അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ പട്ടാമ്പി പുഴയുടെ തീരത്തുള്ള ഈ 22-23 സെന്റ് നമുക്ക് അളന്ന് കിട്ടുന്ന സെന്റ്, റെക്കോർഡ് പ്രകാരം അളന്ന് കിട്ടുന്ന സെന്റ്. ഒരു കാര്യം കൂടി പറയണ്ട, 22-23 ഉണ്ടാവും. ഇതിൽ വേറെ കാര്യം നിങ്ങളോട് പറയാനുള്ളത് അറിയോ? നമ്മൾ ഈ ചാനൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഓഫീസിൽ എന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ 5-10 ആളെ തെരഞ്ഞെടുത്ത് നല്ല സമ്മാനം കിടക്കുന്നുണ്ട്. അത് നമ്മൾ ഇപ്രാവശ്യം കൊടുക്കുന്ന ക്യാഷാണ്. 4 അക്ക സംഖ്യയിൽ കുറയാത്ത ക്യാഷാ കൊടുക്കുക കേട്ടോ. 4 അക്ക സംഖ്യയിൽ കുറയാത്ത ക്യാഷാ കൊടുക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതിന്റെ സ്ക്രീൻഷോട്ട് ഓഫീസിൽ അയക്കണം. അത്ര ഇതിന് ചെയ്യണ്ടോ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേർക്കുണ്ട് കേട്ടോ. 5-10 പേർക്കാണ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ക്യാഷാണ് കൊടുക്കുന്നത്. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. സെയ്ദ് അലവി ചെറുപ്പശ്ശേരി. പ്രിയപ്പെട്ട അബീബികൾ, ഒന്ന് കാണിച്ചു തരുന്ന മുതൽ ഇതാ കണ്ടില്ലേ, പുഴ വക്കത്ത്, പുഴയുടെ തൊട്ടടുത്ത് നമുക്ക് എത്ര സ്ഥലം എന്നറിയോ? 22 സെന്റ് സ്ഥലം, നല്ല റിസോർട്ടിന് അനുയോജ്യമായ സ്ഥലം. മാത്രമല്ല അതുപോലെ തന്നെ നമുക്ക് വെള്ളിയാങ്കല്ല് അണക്കെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ടൂറിസ്റ്റ് ഏരിയയാണ്. ഇവിടുന്ന് ആകെ 2-3 കിലോമീറ്ററിന്റെ ഉള്ളിലാണ്. മാത്രമല്ല പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ 2 കിലോമീറ്റർ, ബസ് സ്റ്റാൻഡ് 2 കിലോമീറ്റർ, അതുപോലെ തന്നെ കോടതി 2 കിലോമീറ്റർ, രജിസ്റ്റർ ഓഫീസ് 2 കിലോമീറ്റർ, അങ്ങനെ A to Z വരെ പട്ടാമ്പി ടൗണിലുണ്ട്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ബാങ്കുകളായ ബാങ്കുകളും പോസ്റ്റ് ഓഫീസായ പോസ്റ്റ് ഓഫീസുകളും ടൗണിൽ ഒരുപാട് കടകളും നല്ല പട്ടാമ്പി ടൗൺ നീണ്ടു കിടക്കാണ്. എവിടുന്ന് നീണ്ട കിടക്കുന്ന 3 കിലോമീറ്റർ ചുറ്റളവിൽ നീണ്ടു കിടക്കാണ് പട്ടാമ്പി ടൗൺ. അപ്പൊ എല്ലാവർക്കും അനുയോജ്യമായ സ്ഥലം. അതേപോലെ തന്നെ ഭാരതപ്പുഴയിൽ എനി ടൈം കേട്ടോ 365 ദിവസവും വെള്ളം ഉണ്ടാകുന്ന ഭാരതപ്പുഴയുടെ ഒരു ഭാഗമാണ് ഇവിടെ കേട്ടോ. അണക്കെട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും വെള്ളം ഉണ്ടാവും. വേനൽക്കാലത്ത് 365 ദിവസം വെള്ളമുള്ള ഒരു ഏരിയയാണ്. നല്ല ആഴം കൂടിയ ഏരിയയാണ്. അപ്പൊ റിസോർട്ടൊക്കെ അനുയോജ്യമായ സ്ഥലമാണ്. നമുക്കിവിടെ 22 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതിന് വളരെ വില കുറവേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കണ മാതിരി സെന്റിന് 4, 5, 3, 2, 2.5 ഒന്നുമില്ല. അതിൻ്റെയൊക്കെ താഴെ ഉള്ളൂ. അപ്പൊ അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഓണറായിട്ട് സംസാരിക്കുക. ഇങ്ങനത്തെ ആവശ്യങ്ങൾ ചോദിക്കാറുണ്ട് പലവരും. UK പല ഭാഗത്തുനിന്നും ആൾക്കാർ ചോദിക്കാറുണ്ട്. ഹോങ്കോങ്, അമേരിക്ക, ലണ്ടൻ, പാരീസ് തുടങ്ങി പല ഭാഗത്തുനിന്നും ഇതേപോലെ പുഴവക്കത്ത് സ്ഥലം കിട്ടാറുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ട്. അപ്പൊ കിട്ടിയ ചാൻസ് നിങ്ങൾക്ക് തട്ടിത്തരികയാണ് കേട്ടോ. അപ്പൊ ഇത് വളരെ വില കുറവാണ്, നല്ല അടിച്ചാപൊളി സ്ഥലം. അപ്പൊ നമുക്ക് ഇതിനോട് ചേർന്നുള്ള സ്ഥലമാണ് ഇത് എന്ന് പറഞ്ഞാൽ. ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഇവിടേക്ക് ആകെ ദൂരം, തൃത്താല ബസ് റൂട്ടിൽ നിന്ന് ആകെ 150 മീറ്റർ, 100 മീറ്റർ, 150 മീറ്ററാണ് ദൂരം. എല്ലാ വണ്ടിയും വരും, എല്ലാ വണ്ടിയും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ വീടുകൾ, ഹൈ ലെവൽ വീടുകൾ ഇവിടെ ഉണ്ട്, റിസോർട്ടുകളുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ, ഇതാണ് പട്ടാമ്പി ടൗണ്, പട്ടാമ്പി ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഒക്കെ. അതാ ഇവിടുന്ന് കറക്റ്റ് 2 കിലോമീറ്റർ മാത്രമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പ്രോപ്പർട്ടിക്കുള്ള ദൂരം. ഈ ബസ് സ്റ്റാൻഡിന്റെ നേരെ പുറകിലാണ് നമ്മുടെ പുഴ കേട്ടോ. നേരെ പുറകിലാണ് പട്ടാമ്പി ഭാരതപ്പുഴ. ഭാരതപ്പുഴ തീരത്താണ് നമുക്കിന്ന് കാണാനുള്ള പ്രോപ്പർട്ടി. അപ്പൊ ഇൻഷാ അല്ലാഹ് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം. അപ്പൊ പ്രിയപ്പെട്ട ഹബീബികളെ, ഇതാണ് പട്ടാമ്പി എന്ന് വരുന്ന റോഡ്. ഇവിടേക്ക് 1-800 ദൂരം കേട്ടോ. 2 കിലോമീറ്റർ തികയില്ല. ഇത് പട്ടാമ്പിന്ന് തൃത്താല വഴി പൊന്നാനിക്ക് പോകുന്നതാണ്. ഇത് റോഡിന്റെ വർക്ക് ഇപ്പം അടുത്തുണ്ടാകും, വീതി കൂട്ടിയിട്ട് കേട്ടോ. നമുക്ക് പോകേണ്ടത് ഈ റോഡിന് വെറും 200 മീറ്റർ കണ്ടില്ലേ, 200 മീറ്റർ. അപ്പൊ നമ്മുടെ പ്ലോട്ടിലേക്ക് ദൂരം പട്ടാമ്പിന്ന് കറക്റ്റ് 2 കിലോമീറ്റർ. ഈ റോഡിന് കറക്റ്റ് 200 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പുഴവക്കത്തെത്തി. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതാണ് നമുക്ക് തൃത്താല റോഡ് എന്ന് വരുന്നത്. പട്ടാമ്പിന്ന് തൃത്താലയ്ക്ക് പോകുന്ന റോഡ് എന്ന് വരുന്ന റോഡാണ്. ഈ വരുന്ന വഴിക്ക് നമ്മുടെ വീട്, സ്ഥലത്തിന്റെ തൊട്ട് മുന്നിലുള്ള വീടാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള വീടുകളാണ് എല്ലാ ഭാഗത്തുള്ളത്. നമ്മുടെ അതിരി ഇവിടുന്ന് തുടങ്ങണം. നല്ല കരിങ്കല്ലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് പടുത്തിട്ടുണ്ട് കേട്ടാ. ഇതിന്റെ ഉള്ളിൽ കടന്നു നോക്കിയാൽ നല്ല കരിങ്കല്ലേ. ഇവിടുന്ന് ഈ കമ്പി വേലി കെട്ടിയതിന്റെ അവിടുന്ന് ഇങ്ങനെ ഈ തെങ്ങുകൾ നിൽക്കുന്ന സ്ഥലം, സൂപ്പർ സ്ഥലം. നല്ല കാറ്റ് ഇവിടെ. എന്താണ് പുഴ വക്കായതുകൊണ്ടാ തോന്നുന്നുണ്ട് കണ്ടോ. നല്ല വീതി കൂടിയ റോഡ്, എല്ലാ വാഹനത്തിലും വരാം. അപ്പൊ നമ്മുടെ ഫ്രണ്ടേജ് ഇഞ്ഞും അങ്ങോട്ടുണ്ട് കേട്ടാ. 1, 2, 3 വീട് വെക്കാനുള്ള ഫ്രണ്ടേജ് ഉണ്ട്. 2 വീടടങ്ങ് അടിച്ചാപ്പൊളി വീട് വെക്കാം, 1 വീടടങ്ങ് സൂപ്പർ വീടും വെക്കാം കേട്ടോ. മൊത്തം 22 സെന്റ് സ്ഥലമാണ്. അപ്പൊ നല്ലൊരു റിസോർട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ അനുയോജ്യമായതാണ്. കണ്ടേ പുഴ കണ്ടില്ലേ കിടക്കുന്നത്, പോകണ്ടേ. അപ്പൊ നമുക്ക് വെള്ളം യഥേഷ്ടാണ് ഇവിടെ ആണോ. നമ്മുടെ സ്ഥലം അതാ ഇഞ്ഞും വരുന്നുണ്ട് കേട്ടോ. ഇഞ്ഞും ഉണ്ട്, കുറച്ചും കൂടി ഇങ്ങോട്ട് പോരണം കേട്ടോ. നല്ല ഫ്രണ്ടേജ് ഉണ്ട്. ഇതുവരെ ഫ്രണ്ടേജ് ഉണ്ട്. ഇതുവരെ ആ ബോട്ടിൽ തൂക്കിയിട്ടവരെ ഫ്രണ്ടേജ് ഉണ്ട്, തെങ്ങുകളുണ്ട്, എല്ലാം ഉണ്ട്. അല്ലേ എവിടെ ഇഞ്ഞുണ്ടല്ലേ. അതാ കുറച്ചും കൂടി ഉണ്ട് ഫ്രണ്ടേജ് ഉണ്ട്, കുറച്ചുകൂടി. ഈ മതിൽ വരെ നമുക്ക് ഫ്രണ്ടേജ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരിക്കൽ കൂടെ പറയുന്നു, 3 വീട് വെക്കാം സാധാരണക്കാർക്കാണെങ്കിൽ. പുഴ വക്കത്ത് വെള്ള സൗകര്യത്തോട് കൂടിയിട്ടുള്ള വീട് വെക്കണമെങ്കിൽ. അല്ല തരക്കടില്ലാത്ത വലിയ കുഴപ്പമില്ലാത്ത വീട് വെക്കണമെങ്കിൽ 2 വീട് വെക്കാം. അല്ല നിങ്ങൾ 1 വീടാക്കി വെക്കണോ, നല്ല അടിച്ചാപ്പൊളി വീട് വെക്കാം. എങ്ങനത്തെ വീട് വേണമെങ്കിൽ, ഏത് മോഡൽ വേണമെങ്കിലും വെക്കാം. അത്രയും നല്ല പൂന്തോട്ടൊക്കെ ആക്കിയിട്ട്, മുന്നിൽ വല്ല പൂന്തോട്ടം നല്ലതാക്കിയിട്ട് നല്ല ഇത് വെക്കാം. 22 സെന്റ് സ്ഥലം നല്ല ഫ്രണ്ടേജോട് കൂടി കിടക്കണാണ്. ഇതിന്റെ തൊട്ടടുത്താണ് നമുക്ക് പുഴ. ഈ പുഴയുടെ സെക്കൻഡ് ഫ്ലോട്ടാണ് കേട്ടോ. ഇത് വേറൊരാളുടെ ഫ്ലോട്ടാണ്. ഇതിന്റെ തൊട്ട് സെക്കൻഡ് ഫ്ലോട്ടാണ് നമ്മുടെ സ്ഥലം വരുന്നത്. അപ്പൊ യഥേഷ്ടം വെള്ളം
സൗകര്യങ്ങൾ, റിസോർട്ടിന് അനുയോജ്യമായ സ്ഥലം. മാത്രമല്ല ഏത് സമയത്തും 365 ദിവസവും വെള്ളമുള്ള ഒരു ഇതാണിത്. ഭാരതപ്പുഴയാണ്, പട്ടാമ്പി ഭാരതപ്പുഴയാണ് കേട്ടോ. അതിന്റെ തീരത്താണ് നമ്മുടെ സ്ഥലം എന്ന് കാണുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഒരുപാട് ഹബീബികൾ പുറത്തുനിന്ന് കാണലുണ്ട്, UK നിന്ന് അവിടെ നിന്നൊക്കെ കാണലുണ്ട്. അവർക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ്. ഇതിന്റെ ഓണറായിട്ട് നിങ്ങൾ സംസാരിക്കുക, വില നിശ്ചയിക്കുക. വിലയൊക്കെ വളരെ കുറവാണ് കേട്ടോ, കൂടുതൽ വിലയൊന്നുമില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ 3-4 ലക്ഷത്തിന് വില പറയുന്നില്ല. 3, 4, 2 പറയില്ല, അതിന്റെയൊക്കെ താഴെയാണ്. അപ്പൊ പ്രിയപ്പെട്ട ഹബീബികളെ കണ്ടില്ലേ, നിങ്ങൾ മുതല് കിടക്കുന്നത് ബാക്കിൽ അതിരാണ് കേട്ടോ. ബാക്കിൽ അതിരാണ് ഈ കാല് വെച്ചത് കേട്ടോ, സിമെന്റിന്റെ കാല് വെച്ചിട്ടുണ്ട്, ബാക്കിൽ അതിരാണ്. അപ്പൊ നമുക്ക് ഭാരതപ്പുഴയോട് ചേർന്നിട്ട് തന്നെ എന്ന് പറയാം. ഇതിന്റെ തൊട്ട് മുന്നിൽ വേറെ സ്ഥലമുണ്ട്, ഈ സ്ഥലം ഇത് ഇതിൽ പെടില്ല കേട്ടോ. കേട്ടോ, ഇത് മുന്നിലെ സ്ഥലമാണ് ഭാരതപ്പുഴ. അപ്പൊ ഭാരതപ്പുഴയുടെ സെക്കൻഡ് ഫ്ലോട്ട്, നല്ല റിസോർട്ടിന് അനുയോജ്യമായ സ്ഥലം, നല്ല ഏത് സമയത്തും വെള്ളം കിട്ടുന്ന സ്ഥലം കേട്ടോ. ഇവിടെയാണ് ഏറ്റവും ആഴം കൂടിയ ഏരിയ കേട്ടോ. പട്ടാമ്പിയിലെ ഏറ്റവും ആഴം കൂടിയ ഏരിയയാണ്. ഏത് സമയത്തും ഇതുപോലെ വെള്ളം നിൽക്കും. നല്ല മീനിനെയൊക്കെ പിടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. ആ ചൂണ്ടലിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങുക അതിരി, ഈ പോസ്റ്റ് കാലിന്റെ അവിടുന്ന് ഇതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടുന്ന് ബാക്കിൽ അതിരാണ് കേട്ടോ. ഇവിടുന്ന് തുടങ്ങി ഇത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ബാക്ക് സൈഡ് കണ്ടില്ലേ നിങ്ങള്, നല്ല റിസോർട്ടിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ. തെങ്ങിനാണ് ബാക്ക് അതിൽ വരുന്നത്. ഈ തെങ്ങുകളൊക്കെ പെടും കേട്ടോ. ഈ തെങ്ങുകളൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ പെട്ടാണ്. ഇതാ ഒരേ ഇതിലോട്ട് പോരെ, എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കാം. ഇതാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ബാക്ക് സൈഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് നമ്മുടെ സ്ഥലത്തേക്കണ്ട് കിടക്കാം, ബാക്ക് എന്നാണ് കിടക്കാം. ഇനി നമുക്ക് ഈ വീടിന്റെ സ്ഥലത്തിന്റെ ഉള്ളിലേക്ക് കിടക്കാം. ഉള്ളിൽ കിടന്നു കണ്ട നല്ല തെങ്ങുകൾ, അത് നല്ല കായ്ഫലുള്ള തെങ്ങ്, നല്ല നോക്കി വെള്ളമൊക്കെ നനച്ച് പുഴയൊക്കെയുള്ളതല്ലേ അല്ലോ. യഥേഷ്ട സ്ഥലം, 22 സെന്റ് സ്ഥലം ഉണ്ട് ഇതിൽ. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 പാർട്ടിക്ക് ഇതിൽ അടിപൊളി വീട് വെക്കാം കേട്ടോ. റിസോർട്ട് ആണെങ്കിൽ അടിപൊളി റിസോർട്ട്, അത്രയ്ക്കും ഫ്രണ്ടേജ് ഉണ്ട്. ഇപ്പൊ ഫ്രണ്ടേജ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, നല്ലോണം ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ്. 2-3 വീടിന് ഉള്ള ഫ്രണ്ടേജ് ഉണ്ട്. വീടാണെങ്കിൽ ജ്യേഷ്ഠന്മാർ 2-3 ആൾക്കാർക്ക് വേണമെങ്കിൽ വീട് വെക്കാം. അതല്ല നിങ്ങൾ ഒരു പാർട്ടി എടുത്തിട്ട് അടിപൊളി റിസോർട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ കണ്ടു. ഈ മതിലാണ് ഇവിടെ അതിര് അല്ലേ, ഈ കമ്പി വേലി കെട്ടിക്കൊണ്ട് അതിര്. ഹബീബിങ്ങൾ കാണണം, മുത്ത് സ്ഥലല്ലേ അല്ല. എവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കാണുക, നിങ്ങൾ പോയി ഇതാ ഇതുവരെ ഇതെങ്ങനെ ഈ ഫുള്ള് സ്ഥലങ്ങൾ നമുക്ക് പെടുന്നതാണ് അല്ലേ. എന്നാണോ കണ്ടില്ലേ, ഫുള്ള് സ്ഥലങ്ങളില്ലേ. ഇതിന്റെ മുന്നിലൊക്കെ നല്ല VIP വീടുകളാണ് കേട്ടോ. നല്ല VIP വീടുകൾ, നല്ല കുളിർമ സ്ഥലം. ഇവിടെ നല്ല കാറ്റ്, നല്ല തണുപ്പുണ്ടല്ലോ ഇവിടെ. ഇതാ അടിച്ചാപ്പൊളി സ്ഥലം. പ്രത്യേകിച്ച് നിങ്ങളോട് പറയണം, ഇതിന്റെ ഓണറുടെ നമ്പറാ വെക്കും കേട്ടോ. ഹബീബിങ്ങളെ ഓണർക്ക് വിളിക്കണം. കച്ചവടം ചെയ്യുമ്പോൾ 1% കമ്മീഷൻ മറക്കരുതില്ലേ. കൂടുതലൊന്നും നമുക്ക് തരണ്ട നിങ്ങൾ അല്ലേ. എന്താ സ്ഥലം. അപ്പൊ ഇതുവരെയാണ് നമ്മുടെ സ്ഥലം കേട്ടോ. ബാക്ക് സൈഡ് ഇതുവരെയാണ്. എങ്ങനെ വേണമെങ്കിലും വീട് വെക്കാം, എങ്ങനത്തെ വീട് വേണമെങ്കിലും വെക്കാം. ഇതാ ഇതിന്റെ തൊട്ടപ്പുറത്ത് കണ്ടോ, അത് റിസോർട്ടാണ്. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇവിടുന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ടാവും, വ്യക്തമായിട്ട് കാണിച്ചു തരാം. തൊട്ടത് റിസോർട്ടാണ്, അടിപൊളി റിസോർട്ടാണ് അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നല്ല അടിച്ചാപൊളി റിസോർട്ട് കെട്ടിയാൽ എന്തായിരിക്കും ജാതി. അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതാ നമ്മുടെ സ്ഥലത്തിന്റെ തൊട്ടതിന് ഇവിടെ ഉണ്ട് റിസോർട്ട് കണ്ടോ. ഇതാ ഇതുപോലുള്ള റിസോർട്ട് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന റിസോർട്ടിന്റെ അല്ലേ. പുഴയുടെ വക്കത്ത് സ്ഥലം ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് കണ്ടോ. ഇതൊരു റിസോർട്ടാണ്, പണി പൂർത്തിയായിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പുഴ കണ്ടില്ലേ, എമ്മാരി വെള്ളമാണ് നോക്കിയാണ്. ഈ സമയത്ത് ഏത് സമയത്തും വെള്ളം ഉണ്ടാവുന്ന പറയണം കേട്ടോ. 365 ദിവസം ഇവിടെ വെള്ളമുള്ള ഏരിയയാണ്. അപ്പൊ നമുക്ക് ഈ പുഴയുടെ വക്കത്തായതുകൊണ്ട് 1-2 സംശയങ്ങൾ തീർക്കാണ്ട്. അപ്പൊ ഇതിന്റെ അടുത്തുള്ള ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയാളോട് 1-2 സംശയങ്ങൾ ചോദിക്കാണ്ട്. കാരണം എന്താ പറയുക, നമ്മുടെ ചാനല് എല്ലാ ഭാഗത്തുള്ള ആൾക്കാരും കാണുന്നതാണ്. കാരണം വെറും ഇന്ത്യക്കാർ മാത്രമല്ല, പുറമുള്ളവരും മറ്റുള്ള ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പാരീസ്, അതേമാതിരി ലണ്ടൻ, അമേരിക്ക തുടങ്ങി പല ഭാഗങ്ങളിൽ നിന്ന് കാണുന്ന ആൾക്കാരുണ്ടാവും. പല ആളുകൾ ഇന്നത്തെ സ്ഥലം അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സംശയങ്ങൾ തീർക്കണം. അതേപോലെ തന്നെ പ്രവാസികൾ, ഇത് സൗദി, ബഹ്റൈൻ, ഖത്തർ, UAE അങ്ങനെ തുടങ്ങി ഉള്ള പ്രവാസികൾ വാങ്ങലുണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ. കാരണം റിസോർട്ട് കേട്ടാൻ വേണ്ടി. അപ്പൊ ഇതിൽ 1-2 സംശയം എനിക്ക് വന്നപ്പോൾ ഞാൻ ഇയാളോടൊന്ന് ചോദിക്കുകയാണ്. ഈ ഇവിടെ വെള്ളം കയറല് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് പ്രളയം? രണ്ട് പ്രാവശ്യം ഇപ്പൊ കൂടുതൽ പ്രളയം ഉണ്ടായിരിക്കണത്. അപ്പൊ ഒരു പ്രാവശ്യം കയറിക്കുന്നത് ഇവിടുന്ന് ഒരു 3 മീറ്റർ മേലക്ക് കയറിയിട്ടുള്ളൂ. അതിന്റെ പുറമെ ഇപ്പൊ വലിയൊരു പ്രളയം ഉണ്ടായി നമ്മുടെ കേരളത്തിൽ മൊത്തം പ്രളയം ഉണ്ടായില്ലേ. അതിന്റെ വന്നത് ഈ ഇവിടുന്ന് ഈ കല്ലിന്റെ ഇതുവരെ വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ അടുത്ത് എത്തിയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങോട്ട് ഒരു 4 മീറ്റർ 5 4 മീറ്ററോളം മീറ്റർ അല്ല, പൊങ്ങി ഇവിടുന്ന് ഒരു 6 മീറ്റർ ഉണ്ടാവും. 6 മീറ്ററോളം പൊങ്ങി നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു 6 മീറ്റർ ഉണ്ടാവും. ഒരിക്കലും അങ്ങോട്ട് കാരണം ഇപ്പൊ വലിയ പ്രളയമായിട്ട് നമ്മൾ ഇതുവരെ ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ 2 പ്രളയം വന്നു. ഒന്ന് ചെറിയ മീഡിയം, ഒന്ന് വലിയ പ്രളയം. അപ്പൊ അതുവരെ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു തുള്ളി വെള്ളം കയറിയിട്ടില്ല. ഇതുവരെ വെള്ളം കയറിയിട്ടുള്ളൂ. ലാസ്റ്റ് വെള്ളം കയറിയിട്ടുള്ളൂ. അങ്ങോട്ട് വെള്ളം കയറൂല എന്നാണ് സംശയം തീർക്കുന്നത് വെച്ചാൽ നമ്മൾ പുറത്തുള്ള ആൾക്കാർ കാണുന്ന ചാനല്. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ അഡ്വാൻസ് അയച്ചു തരും. ഇന്നത്തെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അഡ്വാൻസ് അയച്ചു തരുമ്പോൾ അവർക്ക് നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ആവണം. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ വാങ്ങുന്ന 1% കമ്മീഷനാണ്. അതല്ലാതെ നമ്മൾ ചെല്ലുമ്പോൾ 5, 10, 20 ഒന്നുള്ള പരിപാടിയല്ല. വെള്ളം കയറില്ല എന്നുള്ള ഒരു ഉറപ്പ്, അത് ഉറപ്പൊന്നായി. ഫസ്റ്റ് വരെ കുറ്റി വരെ ഇതുവരെ. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഇനി ഒരു 5-8 മീറ്റർ വിട്ടിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത്. അപ്പൊ ഏകദേശം വെള്ളം ഏത് സമയത്തും വെള്ളം ഉണ്ടാവും അവിടെ? ഫുൾ ടൈം വെള്ളം. കാരണം ഇവരെ ഭയങ്കര താഴ്ച സ്ഥലം, ആഴം കൂടി ഫുൾ ടൈം വെള്ളം. കാരണം വേനൽക്കാലത്തേക്ക് ഇതേമാതിരി വെള്ളം നിൽക്കുന്നുണ്ട് ഫുൾ ടൈം. അപ്പൊ പ്രിയപ്പെട്ട എന്റെ ഹബീബിങ്ങളോട് പറയാത് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. കാരണം എന്താ, 365 ദിവസം ഇവിടെ വെള്ളമുണ്ട്. മാത്രമല്ല, നിങ്ങൾ ചൂണ്ടലിടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ, പുഴമ്പക്കത്ത് ചൂണ്ടലിട്ട് മീൻ പിടിക്കുന്ന ഹബീബിങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാണ് എൻജോയ് പല രൂപത്തിലാണ് പല ആളുകൾ. അപ്പൊ അതേപോലെ റിസോർട്ട് കെട്ട എല്ലാം കെട്ട. ഇനി നമുക്ക് റിസോർട്ടൊക്കെ കെട്ടിയിട്ട് ഇതിന്ന് പുഴയെന്ന് മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ താമസിക്കുന്നവർക്ക് നമുക്ക് എന്താ പൊരിച്ചു കൊടുക്കാം ചൂടോടൊക്കെ. പിന്നെ പിടിക്കുക, നല്ല ചെറിയൊരു വല വീശ പിടിക്കുക, ആ മീനാണ് കൊടുക്കുക. അപ്പൊ ഒരു 6 മീറ്റർ വെള്ളം താഴ്ചയുണ്ട്. 6 മീറ്റർ വെള്ളം താഴ്ചയുണ്ട്. 6 മീറ്റർ വെള്ളം താഴ്ചയിലാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, നിങ്ങൾ കണ്ടില്ലേ 22 സെന്റ് സ്ഥലം പുഴയോട് ചേർന്നിട്ടുള്ളത്. അത് മനസ്സിലായില്ലേ? അപ്പൊ ഇത് എവിടെ കിടക്കണമെന്ന് ചോദിച്ചാൽ ഒരിക്കൽക്കൂടെ നിങ്ങൾ പറയണം, പാലക്കാട് ജില്ലയിലാണ്, പട്ടാമ്പി ടൗണിന്റെ അടുത്താണ്. പട്ടാമ്പി ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ ആണ്. പട്ടാമ്പിൽ നിന്ന് തൃത്താല റോഡിന് വന്നു കഴിഞ്ഞാൽ തൃത്താല ബസ് റൂട്ടിൽ നിന്ന് കറക്റ്റ് 200 മീറ്റർ ആണ്, 150-200 മീറ്റർ ആണ്. ഈ വീടിന്റെ നേരെ മുന്നിലാണ്, അതാണ് പുഴ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയുന്നത്, എല്ലാ സൗകര്യമുണ്ട്. റെയിൽവേ സ്റ്റേഷൻ നമുക്ക് 2 കിലോമീറ്റർ, ബസ് സ്റ്റാൻഡ് 2 കിലോമീറ്റർ, മറ്റുള്ള കടകൾ, മറ്റുള്ള എല്ലാ ഗവൺമെന്റ് ഓഫീസുകളും ഇവിടെ നമുക്ക് 2 കിലോമീറ്റർ ചുറ്റളവിലുണ്ട്. എല്ലാ വാഹനത്തിനും വരാനുള്ള വീതി ഉണ്ട് റോഡ് കേട്ടോ. 10-14 അടി റോഡ് വീതിയിലാണ് എല്ലാ വാഹനത്തിനും വരാം. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ റിസോർട്ട് കെട്ടാനാണോ 100% നിങ്ങൾക്ക് ഇത് മേടിക്കാം. വീട് വെക്കാനാണോ അതിനും നല്ലതാണ്. നല്ല കുളിർമുള്ള സ്ഥലമാണ്. അപ്പോൾ 22 സെന്റ് സ്ഥലത്ത് 3 വീട് വേണമെങ്കിൽ വെക്കാം, അത്രയും ഫ്രണ്ടേജ് ഉണ്ട്. അതല്ല നിങ്ങൾ 2 വീടാണ് വെക്കണമെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത 2 വീട് വെക്കാം. ഒരൊറ്റ വീടാണ് വെക്കണമെങ്കിൽ നല്ല പൂന്തോട്ടൊക്കെ ഇട്ട് 4 പുറം ചമയിപ്പിച്ചിട്ട് നല്ല റിസോർട്ടിന്റെ അതേ ലുക്ക് കിട്ടുന്ന അടിപൊളി വീട് നിങ്ങൾക്ക് വെക്കാം. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിക്കാം, യാതൊരു സംശയമില്ല. കാരണം ഇതിന്റെ വില എന്ന് കേട്ടാൽ വളരെ കുറവാണ്. ഇതിന്റെ ഓണർ ചോദിക്കുന്നതൊക്കെ ആദ്യം 2-ന് മുകളിലായിരുന്നു. പക്ഷെ നമ്മൾ 2-ന്ന് കമ്മിയാക്കിയിട്ട് 1.25 ലക്ഷം ഒരു സെന്റിന്, 1,75,000 ഉറുപ്പ്യാണ് ഒരു സെന്റിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ കൂടിയാണ്. അപ്പൊ നിങ്ങളെ ഓണർ നമ്പർ ഇതിൽ വെച്ചിട്ടുണ്ട്, ഓണറുമായിട്ട് സംസാരിക്കുക. നമുക്ക് നിങ്ങൾ 1% കമ്മീഷൻ തരണ്ടോ, കൂടുതലൊന്നും തരണ്ട. പക്ഷെ മേടിക്കുമ്പോൾ നമ്മളൊരു വാക്ക് പറയണം നിങ്ങൾ കേട്ടോ, പറയാത്തവർ ഒരുപാടുണ്ട്. അപ്പൊ എൻ്റെ ഹബീബിങ്ങളെ, ഇത് നല്ല ഫോട്ടോയാണ്, നല്ല പ്ലോട്ടാണ്. ഞാൻ ഇത് പുഴ വക്കത്താണ്, പുഴ അടുത്താണെന്ന് പറഞ്ഞപ്പോൾ വേഗം ഓടി വന്ന് വീഡിയോ എടുത്ത്. എന്തിനാണെന്നറിയോ, ഇവർക്ക് അർജന്റ് വിൽപ്പന ആയതുകൊണ്ടും എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഒരുപാട് ആളുകൾ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ചാനൽ കാണുന്ന ഹബീബികളെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ. കാരണം എന്താ പറയുക, കുടുംബത്തിലെ ഫാമിലി, അതേമാതിരി നിങ്ങളുടെ ഏതൊക്കെ സുഹൃത്തുക്കളുണ്ടോ, ഏതൊക്കെ ഫാമിലികൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ, ഏതൊക്കെ ഫ്രണ്ട്സുകളുണ്ടോ, ആർക്കൊക്കെയാണോ, നിങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലാണോ, എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും പുല്ലിക്കും മഹസ്സലാമ.